ഹലോ ഗായ്സ്, നമ്മളിന്ന് ചെറിയൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ്. ചെറിയ ട്രിപ്പ് എന്ന് വെച്ചാൽ വളരെ ചെറിയ ട്രിപ്പ്. നമ്മുടെ അടുത്തുള്ള തമിഴ്നാട്ടിലുള്ള കന്യാകുമാരിയിലാണ് നമ്മൾ പോകുന്നത്. ഇന്ന് കുഞ്ഞിപ്പുഴു അതിൻ്റെ സന്തോഷത്തിലാണ് കിടന്ന് തുള്ളിക്കളിക്കുന്നത്. എല്ലാവരും ഉണ്ട്, എല്ലാം സെറ്റായി. എല്ലാവരും നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എല്ലാം പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പോകാൻ ഇറങ്ങുകയാണ്. ചേട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടി വണ്ടി വിട്ടേക്കുന്ന സ്ഥലത്തിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ റോഡിൽ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നതാണ് വണ്ടി, ഞങ്ങളുടെ സ്വന്തം വണ്ടി. ഈ വണ്ടി ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞങ്ങൾ ഒരുപാട് ട്രിപ്സ് ഇതിനകത്ത് പോയിട്ടുണ്ട്. ഒരുപാട് മെമ്മറീസ് ഉള്ള ഞങ്ങളുടെ ഫസ്റ്റ് കാറാണത്. ഇന്നത്തെ നമുക്കൊരു ടാസ്ക് എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ചേച്ചി കുറച്ച് നേരം വണ്ടി ഓട്ടിക്കുന്നെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങളെല്ലാം ഇനി ജീവൻ കൈ പിടിച്ചിട്ട് പോകാനുള്ള തിരക്കിലാണ്. എല്ലാവരും പേടിച്ച് വിറച്ചിരിക്കുകയാണ്. കുഞ്ഞിപ്പുഴുവൊക്കെ സന്തോഷമൊക്കെ മാറി. അമ്മയാണ് ഓട്ടിക്കുന്നത്, എന്താകുമെന്നറിയില്ല. അപ്പോൾ അത് നോക്കി നമ്മൾ ഇരിക്കുകയാണ്. അമ്മ ഓടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ചേച്ചി ഓടിക്കട്ടെ. സാധാരണ ട്രിപ്പ് പോകുമ്പോൾ ആഹാൻ ആദ്യമേ ഉറങ്ങുന്നതാണ്. പക്ഷേ ഇന്ന് അമ്മ ഓട്ടിക്കണമെന്ന് അറിയില്ല, ആഹാൻ ഉറങ്ങാതിരിക്കുകയാണ്. അത്രയ്ക്ക് വിശ്വാസമാണ് അമ്മേനെ. ഉറങ്ങാതിരിക്കുകയാണ്, എന്താണെന്നറിയില്ല. പേടിച്ചിട്ട് വിറച്ചിരിക്കുകയാണ് ഉറങ്ങാതെ. കാരണവന്മാർ ചെയ്ത പുണ്യം കൊണ്ട് ഞങ്ങൾ അങ്ങനെ തട്ടുമുട്ടൊന്നുമില്ലാതെ സന്തോഷമായിട്ട് കന്യാകുമാരി എത്തിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു സമയം, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഇറങ്ങിയതൊരു 2 മണിക്ക് ശേഷമാണ് എത്തിയപ്പോൾ ഇറങ്ങിയത്. ഇവിടെ എത്തിയപ്പോൾ 3-3:30 ഈ ടൈമെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഒരു വൈബെന്ന് പറഞ്ഞാൽ അത് ഓരോ പ്രാവശ്യമല്ല, എപ്പോൾ വന്നാലും ആ ഒരു ടൈമിൽ പ്രത്യേക ഒരു വൈബാണ് ഇവിടെ. അത് ഞാൻ ഫ്രണ്ട്സായിട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരുപാട് വർഷം ഈ ടൈമിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു സ്ഥിരം റൊട്ടീനാണ്. ഏതെങ്കിലും ഒരു മാസം നമ്മൾ ഇങ്ങനൊരു സമയത്ത് ഇവിടെ വരും. ജസ്റ്റ് സൺറൈസ് കാണാൻ പറ്റിയ അത്രയും നല്ലത്. പക്ഷേ അല്ലാതെ തന്നെ ഈ സൺറൈസിന് മുന്നേ കുറേ സമയം, ഒരു 2-3 മണിക്കൂറിന് മുന്നേ ഇവിടെ എത്തുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും ഭയങ്കര വൈബാണത്. അത് അനുഭവിച്ചുള്ളവർക്ക് മനസ്സിലാവും. ശരിക്കും ഈ കന്യാകുമാരിയിൽ കാണാൻ ഈ കടലും ഈ പ്രതിഭകളും മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ ഈ സൺസെറ്റ് ഇന്ന് കാണുമെന്ന് അറിയില്ല, കാരണം മേഘമൊക്കെ കുറച്ച് കറുത്ത് കിടക്കുകയാണ്. അപ്പോൾ നല്ല മഴക്കാറൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് കിട്ടുമെന്നറിയില്ല. ആൾക്കാരൊക്കെ ഏകദേശം കൂടി തുടങ്ങി. ഈ സമയത്ത് സൺറൈസ് ആവേണ്ടതാണ്. ആൾക്കാരൊക്കെ കുളിയും തേവാരമൊക്കെ തുടങ്ങി. അവിടെ സൂര്യ നമസ്കാരവും കാര്യങ്ങളൊക്കെ കാണാം. ശരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മൾ സൺറൈസൊക്കെ കാണാൻ വേണ്ടി നിൽക്കുമ്പം ഒരുത്തന്മാർ അവിടെ ഒരു ബോധമില്ലാതെ വന്ന് കുളിക്കും. അപ്പോൾ അത് പെണ്ണുങ്ങൾ നിൽക്കണമെന്നൊരു അവന്മാർക്ക് ഒരു കരുതലില്ല, അങ്ങനെ വന്ന് കുളിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ ടാസ്ക്. പക്ഷേ അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുക, നല്ല കാര്യങ്ങൾ മാത്രം കാണുക. അപ്പോൾ എങ്ങനെയൊക്കെയോ സൺറൈസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗതിയിലാണ് നമുക്ക് സൺറൈസ് കിട്ടിയിരിക്കുന്നത്. സൂര്യൻ അപ്പുറത്തുണ്ട്, പക്ഷേ എന്തോ ഒരു മറ കൊണ്ട് അത് മറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത്ര നല്ല സൺറൈസ് അല്ല, എങ്കിലും കുഴപ്പമില്ല, അതും ഒരു രസമുണ്ട് കാണാൻ. Hello guys.
എൻ്റെ കണ്ണാടി കറുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആഹാരം കടലിലിറങ്ങണമെന്ന് ഭയങ്കര വാശി. അപ്പോൾ ഞങ്ങൾ കടലിൽ ഇറക്കുകയാണ്. ഞാൻ ഐശ്വര്യനെ കൂടെ കൂട്ടിയില്ല. കാരണം രണ്ടുപേരോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഡേഞ്ചറാണ് ഇവിടെ. നമുക്ക് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെന്നല്ല, നമ്മൾ പോയാലും ഒരുപാട് കരുതൽ വേണം. പോകുമ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. ഒരുമിച്ചൊന്നും പോയി ഇറക്കരുത്. നമ്മളെ കൂടെ അല്ലാതെ അവരെ വിടുകയും ചെയ്യരുത്. അപ്പം ആഹാരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് ട്രഷേഴ്സ് കിട്ടി. ഇതാണ് നമ്മളവിടെ നിന്ന് കിട്ടിയ കുറച്ച്, എന്താണെന്നറിയില്ല, കാൽഷ്യത്തിൻ്റെ സംഭവമാണ്. ഇതിൽ ഈ സംഭവങ്ങളൊക്കെ ഇവന്മാർ ഇവിടെ നിന്ന് പറക്കിയിട്ട് അവിടെ വിൽക്കുന്നതുണ്ട്, ഈ മുത്തൊക്കെ എടുത്തിട്ട്. അത് ഞാൻ കുറച്ച് നേരം സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ കിട്ടിയില്ല. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഹോളിഡേ മൂഡിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തില്ല, ജസ്റ്റ് വെറുതെ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നും പോകുന്ന പോലെ പോയതാണ്. പക്ഷേ ഡ്രസ്സ് എടുക്കാത്തതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ ബാക്കി നമ്മളെ ആഹാരം ഐശ്വര്യം നന്നായിട്ട് തണുച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ പോയിട്ട് വേണം ഇനി ഡ്രസ്സൊക്കെ മാറാം ഇവരെ. ഞങ്ങളെന്തായാലും വെയിൽ കടുക്കുന്നതിന് മുന്നേ നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പോണ വഴിക്കൊരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിൽ പോയിട്ട് വേണം പോവാൻ എന്നാണ് മൈൻഡിൽ. പോകാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിക്കുന്ന രംഗങ്ങളാണിത്. ഇത് നമ്മൾ സ്ഥിരം കഴിക്കുന്ന കടയാണ്, ഹോട്ടൽ ഗൗരി ശങ്കരം. നല്ല ഹോട്ടലാണ്, നല്ല ഫുഡാണ് അവിടെ. നല്ല വൃത്തിയുണ്ട്, അതാണ് മെയിൻ കാര്യം. നമുക്ക് വേണമെങ്കിൽ ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് അവിടെ സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോട്ടലിൽ തന്നെ എപ്പോഴും വരുന്നത്. ഈ വഴി പോകണമെങ്കിൽ എപ്പോഴും നമ്മളിവിടെ കയറി കഴിച്ചിട്ടേ പോകുള്ളൂ. അമ്മാതിരി നല്ല ടേസ്റ്റാണ്. ഇവിടെ ഹാഹാൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണിത്. വടൈ മാത്രം മിച്ചം ഇറുക്ക്, ബാക്കിയെല്ലാം പോയിച്ച്. അപ്പോൾ ഇനി നമ്മൾ കൊട്ടാരത്തിലോട്ടുള്ള വഴി തപ്പുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്. പത്മനാഭസ്വാമി കൊട്ടാരത്തിലാണ് പോകുന്നത്. പത്മനാഭപുരം പാലസ്, അവിടെയാണ് പോകുന്നത്. ഞങ്ങളിപ്പോ ഫുഡ് കഴിച്ച് ഇറങ്ങി, കടയിൽ നിന്നൊക്കെ ഇറങ്ങി. ഇപ്പൊ ഞങ്ങൾ മണിച്ചിത്രത്താഴ് ഒരു അഭിനയിച്ച ആ ഒരു പാലസിലേക്ക് പോകണം. ആ പാലസിന്റെ പേരെന്താ അമ്മ? പത്മനാഭപുരം പാലസ്. ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അത് ഈ തമിഴ്നാട്ടിലൊരു സ്പേസിലാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. അമ്മയാണ് ഈ ഐഡിയ പറഞ്ഞത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയി കണ്ടത്. വീടുകൾ കണ്ടു, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ കണ്ടു. നല്ല രസമാണ്. പോയി പറയാനുള്ള കാര്യമായി. അമ്മ നോക്ക്, മറ്റേ നിറച്ച് തെങ്ങാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിലെത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇനി കൊട്ടാരത്തിനകത്തോട്ട് പോവുകയാണ്. ടിക്കറ്റൊക്കെ എടുത്ത്, ഇവിടെ ടിക്കറ്റുണ്ട്, പൈസ കൊടുത്തില്ല അകത്ത് കയറാൻ പറ്റുള്ളൂ. പഴയ കൊട്ടാരമൊന്നും പണ്ട് കാര്യമില്ല, പൈസ കൊടുത്ത് അകത്ത് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെയാണ് നമ്മളെ മണിച്ചിത്രത്താഴ് ഫിലിം ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇനി ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് കുറച്ച് ട്യൂണിടാൻ പോവുകയാണ്. ചിലപ്പോൾ കുറച്ച് ബോറിംഗ് ആയിരിക്കും, പക്ഷേ എനിക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. കാരണം ഇവിടെ ക്യാമറ അലൗഡ് അല്ല. എങ്കിലും ഞാൻ ചുമ്മാ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇനി വയസ്സുകാലത്ത് നമുക്ക് എന്തെങ്കിലും എടുത്ത് കാണാമല്ലോ, ഇവിടെയൊക്കെ പോയെന്നുള്ളൊരു തെളിവ് നമുക്കേനുണ്ടല്ലോ, അതിന് വേണ്ടി എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ളത് വെറുതെ ട്യൂണിട്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങളോട് നടക്കാം, ഇത്ര തന്നെ. എൻ്റെ ഈ സൗണ്ട് കേൾക്കില്ല. ഓക്കെ.
ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ നമുക്ക് എപ്പോഴെങ്കിലും കാണാം. അപ്പോൾ ബൈ. ഓക്കെ.